കരിക്ക് വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കരിക്കപ്പമാണ് നമ്മളിന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കരിക്കപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഒരു കരിക്കിൻ്റെ കഷ്ണങ്ങളാണ് ഇതിലേക്ക് നമുക്ക് അരക്കുമ്പോൾ ചേർക്കാനായിട്ട്. പിന്നെ 1 കപ്പ് ചോറ് വേണം. ഇത് കുറച്ച് കരിക്കിൻ്റെ വെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കണം. ഇതാണ് നമ്മൾ പൊങ്ങാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഈസ്റ്റിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശമാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവോ ഉണ്ടെങ്കിൽ അത് 2 ടീസ്പൂൺ വെച്ചിട്ട് ചേർക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ കൂട്ടിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഈ ഈസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരാനായിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രാവശ്യമായിട്ട് തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കരിക്കിൻ്റെ പീസസും കൂടി ചേർത്ത് കൊടുക്കാം. കരിക്ക് വേണമെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂട്ടി അരക്കരുത്, കുറച്ച് കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അരിയുടെ കൂട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കാം. ഒന്ന് മിക്സ് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ കറക്റ്റ് ആയിരിക്കുള്ളൂ. രാത്രി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ രാവിലെ എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇനി ഇത് എടുത്തിട്ട് അധികം തണുപ്പ് ഏൽക്കാത്ത സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വന്നോളും. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഈ ഒരു അപ്പത്തിന് നേരിയൊരു മധുരവും കൂടി ഉണ്ടാവണം. അപ്പോൾ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു തവി എടുത്തിട്ട് ഒരു പാൻ ചൂടായതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കരിക്കപ്പം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലാണ് ചുട്ടെടുക്കുന്നത്. നമ്മൾ സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെയല്ല ചുട്ടെടുക്കുന്നത്. ഈ രീതിയിൽ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കരുത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു സൈഡ് മാത്രം മൊരിയിച്ചിട്ട് എടുക്കണം. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതെടുത്ത് നമുക്ക് മാറ്റാം. സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കില്ലേ, അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണിത്. ശരിക്കും കരിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നേരിയൊരു മധുരവും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് അധികം ലൂസാക്കിയിട്ട് എടുക്കരുത്. ഒരുവിധം തിക്നെസ്സോട് കൂടിയിട്ട് വേണം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും മുട്ട റോസ്റ്റാണ് ഇതിൻ്റെ സൂപ്പറായിട്ടുള്ള കോമ്പിനേഷൻ. അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കുള്ളൂ. അപ്പോൾ ഇനി കരിക്ക് കിട്ടുമ്പോൾ ഈ ഒരു കരിക്കപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്